നൂറ്റാണ്ടുകളോളം അയാൾ ആക്ഷേപിക്കപ്പെടും. നിങ്ങൾ എൻ്റെ മുന്നിൽ മെഴുക് പോലെ ഇരിക്കണം. നിങ്ങൾ വേറെ ആരും ചെത്തി മിനിക്ക് കൊടുത്തിരിക്കരുത്. നിങ്ങൾ എൻ്റെ മെഴുക് പോലെ ഇരുത്താൻ ഞാനാണ് ശരിയാക്കി തരും നിങ്ങളെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരാളെ മേലൊരു കളവ് ആരോപിച്ചാൽ, ഒരു കൊല ചെയ്യപ്പെട്ട ഒരാളോട് നമുക്ക് സഹതാപം ഉണ്ടാവുക, ഒരു കളവ് ആരോപിക്കപ്പെട്ട മനുഷ്യനോട് നമുക്ക് ദേഷ്യം ഉണ്ടാവുക. ആ രഹസ്യം ദുന്യാവിന് ചിലപ്പോൾ പുറത്തു വിടൂല. ചിലപ്പോൾ ചില കളവിനെ വേദവാക്യം പോലെ സ്വീകരിക്കും. എന്റെ വാപ്പ മരിച്ചപ്പോ പറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വാപ്പ മരിച്ചപ്പോ പറഞ്ഞു, മരിക്കാൻ പറയുമ്പോൾ വാപ്പ പറഞ്ഞു മന്നിവിടെ വാ, പിന്നെ എൻ്റെ അമ്മോനുണ്ടല്ലോ കുഞ്ഞുമാൻ വിശ്വസിക്കരുതിട്ടാ, മരണം വരെ എൻ്റെ കുട്ടി എൻ്റെ ചെറിയ അമ്മോനെ വിശ്വസിക്കരുതെന്നറിയോ. ആര്? വാപ്പ. ബാപ്പാക്ക് കിട്ടിയ തെറ്റായ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ വാപ്പ അത് പറഞ്ഞു, വാപ്പയാണ് വെച്ച് എന്ന് നോക്കുക. പിന്നെ ഈ ശുദ്ധനായ മനുഷ്യനെ കുറിച്ച് മരണം വരെ നമുക്ക് വേട്ടണ്ടാവും. എന്നാലും എന്റെ ബാപ്പ അവസാനം എന്നോട് പറഞ്ഞത് കുഞ്ഞുമാനെ വിശ്വസിക്കരുത്, കുഞ്ഞുമാൻ നല്ല മനുഷ്യനായിരിക്കും. ബാപ്പാക്ക് കിട്ടിയ കളവായ മെസ്സേജാണ് ഈ ഒരു തീരുമാനം പറയാൻ ബാപ്പാനെ പ്രേരിപ്പിച്ചത്. ഇനി തിരുത്താൻ ഇവിടെ ആരില്ല, ബാപ്പല്ല. പിന്നെ അതാണ് നിലനിൽക്കും. ഈ കുറ്റാണ് ഏറ്റവും വലിയ കുറ്റം. അന്ത്യനാളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുക. കൊലപാതകം പരസ്യ, കളവ് രഹസ്യ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അന്ന് അള്ളാന്റെ കോടതിയിൽ ഈ കുഞ്ഞിമാനെയും ഈ ബാപ്പാനെയും, ബാപ്പാക്ക് തെറ്റായ മെസ്സേജ് കൊടുത്ത ആളുകളെ അള്ളാഹ് ഹാജരാക്കും. അതിന്റെ പേരിൽ ഒരു കുടുംബം തെറ്റിക്കഴിയും. അനവധി കാലഘട്ടം അവർക്കാർക്കും നന്നാകാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു അസിൽ ഇവിടെ ഉണ്ടായി. ഈ അസിൽ കളവാണ്. കളവിനാൽ കത്തിലുണ്ടാവും, കത്തിലിനാൽ കളവുണ്ടായിക്കൊള്ളുന്നില്ല. കളവുണ്ടായ ഒക്കെ ഉണ്ടാവും. 1990 അമേരിക്ക പ്രസിഡന്റ് ഒരു കളവ് പറഞ്ഞു. അതാണ് ഇന്നത്തെ ലോകം മുഴുവൻ നാശാകാൻ കാരണം. ലോകത്തെ എല്ലാ നാശത്തിനും കാരണം 1990 അമേരിക്കൻ പ്രസിഡന്റ് ഒരു കളവ് പറഞ്ഞതാണ്. അതുപോലെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ പിന്നീടോ ലോകത്ത് ഇത്രയേറെ നാശം വിതച്ചൊരു കാര്യം ഉണ്ടായിട്ടില്ല. 1990 അമേരിക്കൻ പ്രസിഡന്റ് ഒരു കളവ് പറഞ്ഞു. എന്താ കളവ്? ഇറാഖിന്റെ കയ്യിൽ സകല രാജ്യങ്ങളെയും നശിപ്പിക്കാവുന്ന രാസായുധമുണ്ട്. സത്യത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 പതിറ്റാണ്ട് കാലം ഇറാനോട് അടരാടി തോറ്റ് തൊപ്പിട്ട് ഇറങ്ങുന്ന മനുഷ്യന്മാരുടെ കയ്യിൽ എന്തുണ്ട്? പച്ച നുണ പറഞ്ഞു. ആ നുണയുടെ പേരിൽ എല്ലാ രാജ്യങ്ങളും അമേരിക്കക്ക് പിന്തുണ കൊടുത്തു. ഇറാഖിനെ തകർത്ത് തരിപ്പണാക്കി. ഇറാഖിന്റെ കയ്യിൽ തൽക്കാലം തോക്കിൽ തെരഞ്ഞെടുക്കാനുള്ള യുറേനിയം പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് പച്ചക്കളവായിരുന്നു. ഇന്നത്തെ ലോകം ഈ കോലത്തിലാകാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു നുണയാണ്. അതാണ് ഹബീബാ നബി പറഞ്ഞത്. 3 വിഭാഗം ആളുകളോട് അള്ളാഹു തീരാത്ത ദേഷ്യം. ഒന്ന് മലിക്കുൻ കദ്ദാബുൻ, നോണ പറയുന്ന രാജാവ്. ഷെയ്ഖുൻ ദാനിൻ, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവൻ. ആയിലുൻ മുതകബ്ബിറുൻ, ദരിദ്രനായിട്ടും അഹങ്കരിക്കുന്നവൻ. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള വിഭാഗം 3 മലിക്കുൻ കദ്ദാബുൻ, നോണ പറയുന്ന രാജാവ്. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ 3 മലിക്കുൻ കദ്ദാബുൻ, നുണ പറയുന്ന രാജാവ്. ഷെയ്ഖുൽ സാനിൻ, വ്യഭിചരിക്കുന്ന വയസ്സൻ. 40 കഴിഞ്ഞിട്ട് വ്യഭിചരിക്കണം. വയസ്സാ കാരണം ഷെയ്ഖ് ഷുയൂഖിയത്ത് 40 തുടങ്ങും. 40 വയസ്സ് കഴിഞ്ഞിട്ട് വ്യഭിചരിക്കാൻ നടന്നു. അള്ളാഹുക്ക് തീരാത്ത ദേഷ്യം. കഴിഞ്ഞ് സമയം കഴിഞ്ഞ് എന്നിട്ട് കുതിരവടന് മാറിയിട്ടില്ല. അതിനകത്ത് ചെറുപ്പക്കാരെ വ്യഭിചാരം അള്ളാഹുത്തിന് പുറത്തുനിന്നല്ല. അങ്ങനെ ഞോപ്പുണ്ടാക്കണ്ട. തീർത്താത്ത അള്ളാഹ്ക്ക് ദേഷ്യമാണ് 3 വിഭാഗം. ഒന്ന് മലിക്കുൻ കദ്ദാബുൻ, നോണ പറയുന്ന രാജാവ്. 2 ഷെയ്ഖുൽ സാനിൻ, വ്യഭിചരിക്കുന്ന വയസ്സൻ. 3 ആയിലുൻ മുതകബ്ബിറുൻ, അഹങ്കരിക്കുന്ന ദരിദ്രൻ. ദാരിദ്ര്യമുണ്ടെങ്കിൽ ഒരാൾ റഹ്മത്ത് ചെയ്താൽ റഹ്മത്തിനെ സ്വീകരിക്കണം. അപ്പോഴും വൽപ്പത്രം കാട്ടുക. അയാൾ വൽപ്പത്രം കാട്ടിയാൽ അയാളെ കീഴിലുള്ള ആളുകൾക്ക് വായിൽ അരിയിടൂല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരാൾ ദാരിദ്ര്യമുള്ള സമയത്ത് ഒരാൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ എന്റെ വല്യപ്പതിനപ്പുറം കണ്ട് അപ്പൊ പറയാൻ പാടില്ല. കാരണം ഈ 1000 റുപ്യ ഇയാൾക്കുള്ളതല്ല. ഇയാളെ കീഴിൽ കുറച്ച് കുട്ടികളുണ്ട് പട്ടി നടക്കുന്നു, അവർക്ക് കൊടുത്ത പൈസയാണ്. ഇയാൾക്ക് സഹറത്തിന് അല വജ്ഹിൽ മാ, ഈ ജലമുഖത്ത് വെച്ച പാറക്കല്ലിനെ പോലെയാണ്. ലാ തശ്റബുൽ മാ വലാകിൻ തംനഉൽ മാ, വെള്ളോട്ട് കുടിക്കൂല, വെള്ളോട്ട് തടയും ചെയ്യും.
മനസ്സിലായി? വെള്ളം കുടിക്കൂല, വെള്ളം തടയും ചെയ്യും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? മൂന്നാളോട് അള്ളാഹ്ക്ക് തീർത്താൻ തീരാത്ത ദേഷ്യാണ്. പറഞ്ഞേക്ക്. ഒന്ന്, കളവ് പറയുന്ന രാജാവ്. രണ്ട്, വ്യഭിചരിക്കുന്ന വയസ്സ്. മൂന്ന്, അഹങ്കരിക്കുന്ന ദരിദ്രൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം.